ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉള്ളൊഴുക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാർവതി, ഉർവശി, അർജുൻ രാധാകൃഷ്ണൻ എന്നിവരാണ് ഇതിൽ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഡയറക്ടറാണ് ക്രിസ്റ്റോ റോമി. പുള്ളിയുടെ നമ്മൾ 2018 മൂവി കണ്ടിട്ടില്ലേ, അതേ രീതിയിലാണ് സെറ്റ് ഇട്ടേക്കുന്നത്. ഫുൾ വെള്ളം, കുട്ടനാട്ടാണ് ഇത് ചിത്രീകരിച്ചെന്ന് കാണിക്കാൻ അവിടെ തന്നെ ആയിരിക്കും എന്ന് തോന്നണം. കാരണം ഫുൾ സെറ്റ് മൊത്തം വെള്ളം, റൂമിലും വീട്ടിലും മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുന്നു. ശരിക്കും നമ്മൾ ഈ മൂവിയുടെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ കഥയാണ് ഈ മൂവി പറയുന്നത്. ശരിക്കും അതല്ല, ഒരു പെണ്ണിൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇത് എടുത്ത് കാണിക്കുന്നത്. നമുക്കറിയാം, ഉർവശി ആയാലും പാർവതി ആയാലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം ഒരു ലെജൻഡ് എന്ന് തന്നെ പറയേണ്ടി വരും. പാർവതിയുടെ ക്യാരക്ടർ നമുക്കറിയാലോ. പാർവതി ഇതിനു മുമ്പ് ചെയ്ത ക്യാരക്ടറായാലും ഉയരെ ആയാലും ഇതിനു മുമ്പുള്ള ഏത് ക്യാരക്ടർ എടുത്തു നോക്കിയാലും കാണാം, പാർവതിയുടേതായ ഒരു സിഗ്നേച്ചർ ആ മൂവിയിൽ എന്തായാലും ഉണ്ടാകും. ഇതിലും അതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ തൻ്റെ അഭിനയം കൊണ്ട് മികവ് കാണിച്ചിട്ടുണ്ട് പാർവതി ഇതിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ആ ക്യാരക്ടറിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത്. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്തിനാണ് കുരുത്തം കെട്ടവൾ എന്നൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ കഥ അങ്ങോട്ട് തീർന്ന് അവസാനം വരെ ഇപ്പോൾ ശരിക്കും ക്യാരക്ടറിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. കാരണം ഒരു പെണ്ണിൻ്റെ ലൈഫ് ഇതാണ്, ഇങ്ങനെ ഒരു ലൈഫ് വന്നു കഴിഞ്ഞാൽ ഒരു പെട്ടുപോകുന്ന ഒരവസ്ഥ ശരിക്കും ഇത് ഈ മൂവി കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് തോന്നിയ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ മൂവി എന്താ പറയുക, ഒരു അടിച്ചുപൊളി ആൾക്കാർക്കൊന്നും കാണാൻ പറ്റിയതല്ല. ഒരു നോർമലായിട്ട് വന്നിരുന്ന് സൈലൻ്റായിട്ട് ക്ഷമയോടെ കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. ശരിക്കും ക്ഷമയോടെ ഇരുന്ന് കാണണം. ഇതിൽ സ്റ്റണ്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, കോമഡിയോ ഒട്ടും തന്നെ ഇല്ല. ഇതിലുള്ള ഡയറക്ഷനും ഇവരുടെ അഭിനയം സ്റ്റോറിയും ഇതാണ് ഈ മൂവി മൊത്തത്തിലിരിക്കുന്നത്. ശരിക്കും എന്താ പറയുക, ഒരു അടിപൊളി മൂവി എന്ന് തന്നെ പറയാം. ഇവർ ആക്ടിങ് കൊണ്ട്, ഉർവശിയുടെ ഒക്കെ ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അവസാനം വരെ ഒരു രക്ഷയില്ല. നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന ഒരു മൂവിയാണ്. ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു എന്താ പറയുക, ഒരാളുടെ മേലിലായിരിക്കും എല്ലാ കുറ്റങ്ങളെല്ലാം. പക്ഷേ തുടരെ വന്ന് അവസാനമാകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ശരിക്കും എന്താ പറയുക, ഒരു പെണ്ണ് പെട്ടുപോകുന്ന ഒരവസ്ഥ ശരിക്കും എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിന് എന്താ പറയുക, ഇവർ നൽകിയ സെറ്റ് മൊത്തം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വീടാണെങ്കിൽ വീടിൻ്റെ അകത്ത് വരെ വെള്ളം കയറ്റി, അതൊക്കെ എങ്ങനെ ഡയറക്റ്റ് ചെയ്ത്. അതിൽ തന്നെ ഒരു പള്ളി കാണിക്കുന്നുണ്ട്. പള്ളി ആ സിംതേരി വരെ ഭയങ്കരമായിട്ട് വെള്ളം നിറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കാണിച്ചെന്ന് തന്നെ ഞാൻ ആലോചിച്ച് വരുന്നുണ്ട്. ശരിക്കും എല്ലാവരും ഈ മൂവി പോയി കാണണം. ഇത് എന്താ പറയുക, കുറച്ച് ക്ഷമ എന്തായാലും വേണം. ക്ഷമയില്ലാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടപ്പടം എന്നുള്ള വിചാരിക്കും. പക്ഷേ തുടക്കം തൊട്ട് ഇരുന്ന് ക്ഷമയോടെ കണ്ടിരുന്ന നിങ്ങൾ പറയും ഇതൊരു കിടിലം മൂവിയാണ്. അതുപോലത്തെ എക്സ്പീരിയൻസ് ആണ് ഈ മൂവി തരുന്നത്. നിങ്ങളിപ്പോൾ പാർവതി നേരത്തെ കുറേ ക്യാരക്ടറുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഉയരെ ആയാലും അതിലെല്ലാം പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇതിലും തൻ്റേതായിട്ടുള്ളൊരു മികവ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് പാർവതി ആയാലും ഉർവശി ചേച്ചി ആയാലും കറക്റ്റായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അർജുൻ രാധാകൃഷ്ണൻ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലൊക്കെ വില്ലനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ ഇതിൽ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അദ്ദേഹം മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. ബാക്കി എന്താ പറയുക, ഒത്തിരി പേരൊന്നും ഇല്ല, എന്നാലും ഒരു ചെറിയൊരു രീതിയിൽ അടിപൊളിയായിട്ട് കിഡിലൻ സ്റ്റോറിയായിട്ട് ഈ മൂവി ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബുക്ക് മൈ ഷോയിൽ. നല്ല റേറ്റിംഗും ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ മൂവി പോയി കാണുക. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.